ഹലോ ഗായ്സ്, ആസിഫ് അമ്മ വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് വേറൊന്നുമല്ല, ട്രിപ്പാണ് കേട്ടാ. എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണം. മംഗലാപുരത്ത് നിന്ന് കൊച്ചി പോയിട്ട് കൊച്ചിയിൽ നിന്ന് കാറെടുത്ത് മൂന്നാറിലേക്ക് പോകാനാണ് പ്ലാൻ. എൻ്റെ കൂടെ എൻ്റെ ഒരു അലിയൻ ഫ്രണ്ട് അടിച്ചു പൊളിക്കും. ഓക്കെ, നിങ്ങളെ സമയം കളയുന്നില്ല, എന്നാ വീഡിയോയിലേക്ക് കിടക്കാം. മംഗലാപുരം ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ, മാംഗ്ലൂർ ജംഗ്ഷൻ. வாடா தம்பி, தம்பி என்ன சாப்பிட்டியா? നമ്മ ഇപ്പോൾ ആലുവയിലെത്തിയിരിക്കുകയാണ്. ആലുവ സ്റ്റേഷൻ. എൻ്റെ പൊന്നു മക്കളെ, നമ്മളിപ്പോൾ പോകാൻ പോണേണ്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. ട്രിപ്പിലൊരു മാറ്റമുണ്ട്. മൂന്നാർ വഴിയല്ല ഇപ്പോൾ പോണത്. മൂന്നാർ ക്യാൻസൽ ചെയ്ത് നമ്മൾ കൊടൈക്കനാൽ പോകാനായിട്ട് പോണ്. കൊടൈക്കനാലിലേക്കാണ് നമ്മുടെ ട്രിപ്പ്. മാറ്റിപ്പിടിച്ച് ഗൈസ്, മാറ്റിപ്പിടിച്ച്. എന്നാൽ കൊടൈക്കനാലിലേക്ക് പോകുന്ന ട്രിപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പുറം മക്കളെ, നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി വഴി പൊള്ളാച്ചിയിൽ നിന്ന് ഉടുമൽപേട്ട വഴി പളനിയിൽ നിന്ന് നേരെ കൊടൈക്കനാൽ. അങ്ങനെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ചിലപ്പം ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും റൂം എടുത്ത് നിങ്ങൾ താമസിക്കും. ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഇതാണ് കുത്തിരൻ ടണൽ. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടണലാണെന്ന് അറിയപ്പെടുന്നത്. സൗത്ത് ഇന്ത്യയിലെ 6 ലെയിനുള്ള ഏറ്റവും വലിയ ടണലാണിത്. രണ്ടായിരത്തി 2016 ജോലി തുടങ്ങി 2021 പൂർത്തിയായ ഓപ്പൺ ചെയ്ത ടണലാണിത്. അധിക കാലമൊന്നും ആയില്ല ഗൈസ്, ഒരു 3 കൊല്ലത്തിൻ്റെ പഴക്കമേ ഉള്ളൂ.
ഭക്ഷണം കഴിക്കാൻ സമയമായി. ഇപ്പോൾ ഒരു 11 മണി ആയതേ ഉള്ളൂ. എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ എത്ര മണി നമ്മൾ കഴിക്കണത്? ഇപ്പം 5 മണിയാവണായി. അതാണ് അത് കാരണം ഈ ഡ്രൈവറാണ്. കാരണം എന്റെ അളിയനാണ്. ഇത് നമ്മൾ ഉമ്മച്ചി ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഗൈസ്, വീട്ടിലെ ഭക്ഷണം. താങ്ക് യു ഉമ്മച്ചി, താങ്ക് യു. എന്നാ പിന്നെ കഴിച്ചിട്ട് വരട്ടെ. സുഖം ഒരു വേറെ സുഖമാണ്. ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി പുറത്തിരുന്ന് നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ്. ఎక్స్ప్రెషన్ ఇలాంటి తిండి కాటం. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ఎక్స్ప్రెషన్ ఇలాంటి తిండి కాటం. ഒരു ഇത് ഇതൊക്കെ എന്ത് സൗണ്ട് കേൾക്കുന്നു. കഴി. അങ്ങനെ നമ്മൾ പളനി എത്തി ഗൈസ്. ഇനി അങ്ങോട്ടുള്ള യാത്ര നാളേക്കായിരിക്കും. ഇവിടെ റൂം എടുത്ത് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്ത് നാളെയാണ് പോകുന്നത്. കണ്ടോ ഗൈസ് പളനിമല? ആ കാണുന്നതാണ് പളനിമല. നമ്മളിപ്പോ പളനി എത്തി. പളനിയിൽ ഒരു റൂം എടുത്ത് പളനി വന്നാൽ ഇവിടെ കുറവിന് റൂം കിട്ടും. നല്ല റൂമാണ് കേട്ടോ. പളനി കഴിഞ്ഞ് പോയാണ്. അത് നോക്കണോ നിങ്ങളെ പണിയത് ഇങ്ങനെ ഒരു ఓకే. ട്രാവൽ നോക്കടാ. ഗൈസ്, ഇനി അങ്ങോട്ടുള്ള വഴികൾ അതിമനോഹരമായ വഴികളാണ്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി സഞ്ചരിക്കാതെ രാവിലത്തേക്ക് മാറ്റിവെച്ചത്. കാണാൻ നല്ല ഭംഗിയും മലകളും മഞ്ഞും കൂടിയിരുന്ന കുറേ കാഴ്ചകൾ കാണാനുണ്ട്.
ഇടഭാഗത്തും വലഭാഗത്തും കിടക്കുന്ന മരങ്ങൾ കണ്ടു ഗൈസ്. എത്ര അതിമനോഹരമായിട്ടാണ് നിവർന്നു കിടക്കുന്നത്. ഈ കോടമഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് റോട്ടിലൂടെ വാഹനത്തിൽ പോകുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗൈസ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അനുഭവിക്കണം എന്നുള്ളതാണ്. ഹായ് ബ്രോ. എന്നാ സെയിം മലയാളികളാണ് ഗൈസ്, മലയാളികൾ. ഇവിടെ മലയാളികൾ മാത്രമല്ല, ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരെ ആൾക്കാർ വരും. ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാറ്റും മഞ്ഞും ഒക്കെ കാണാൻ എത്ര ദൂരെ നിന്നാണെങ്കിലും ആൾക്കാർ ഓടിയെത്തും. വരുന്ന വഴിയിൽ കിട്ടുന്ന ഒരു ആദ്യത്തെ ഫോൾസ് ആണ് ഗൈസ്.